നമസ്കാരം. വീണ്ടും മണിക്രീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നൊരു ഫംഗ്ഷനിൽ പോയ കാരണത്താൽ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യണത്. 4 മണിക്ക് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ഇത് കാരണം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇവിടെന്ന്. ഇന്ന് 130 പോയിന്റ് നിഫ്റ്റി അപ്പിലാണ് ക്ലോസ് ആയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി അതിനെക്കാട്ടിലും കുറവായിരിക്കുന്നു. രൂപ പ്രഷറിൽ ഇരിക്കുന്നു. 85, 90 ഇരുന്നു ഞാൻ നോക്കുന്ന സമയത്തിൽ. നാളെ റേറ്റ് കട്ട് വരും. RBI മീറ്റിംഗ് എന്ന് പറയുന്നു. ഇത് കാരണം റുപ്പിയുടെ മുകളിൽ ഇന്നും പ്രഷർ കയറും. ഡെറ്റ് ഫണ്ട്സിലിരുന്ന് കാശ് വെളിയിൽ പോകും. എന്തുകൊണ്ട് വെളിയിൽ പോകുമെന്ന് വെച്ചാൽ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇരിക്കുന്ന ഗ്യാപ്പ് വന്നിട്ട് ഇന്നും കുറഞ്ഞ് 0.7 വരയ്ക്കും വരും റേറ്റ് കട്ട് ആയെങ്കിൽ. ഇത് കാരണം ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ആകാതെ കാരണത്താൽ FIA വിൽക്കും. ഡെറ്റ് ഡെഫിനറ്റായിട്ട് വിൽക്കും. ഇക്വിറ്റിയിൽ എത്ര വിൽക്കുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇത് കാരണം ഈ നാരോ റെസ്ട്രിക്ട് കേസ് വന്നിട്ട് ഈ നാരോ റെസ്ട്രിക്റ്റഡ് റേഞ്ചിൽ തന്നെ ഇരിക്കും. ട്രംപ് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തെങ്കിൽ ഇക്വിറ്റിയും പെട്ടെന്ന് താഴെ വീഴും. ഓൾറെഡി സ്റ്റീൽ ആൻഡ് അലുമിനിയം ടാരിഫിന് 50% കയറ്റിയിട്ടുണ്ട്. ഇത് കാരണം പക്ഷേ വളരെ കൂടുതലായിട്ട് ഇരിക്കുന്നു. ചൈനയുടെ മുകളിൽ മിസൈലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ചൈനയും അവർ അത്രയും വലിയ നല്ലവരില്ല എന്നിട്ട് റിട്ടേണായിട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് കാരണം ഇത് രണ്ടും വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഡീൽ വളരെ ക്ലോസ് ആയിരിക്കുന്നു. ഇന്ത്യ ഞങ്ങൾ പറഞ്ഞതൊക്കെ അനുസരിച്ചായിരുന്നു. എവിടെ സൈൻ ഇടണമെന്ന് ചോദിക്കുന്നതിൽ ഇന്ത്യ ഇരിക്കുന്ന കാരണത്താൽ കോമേഴ്സ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന് നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല. ആ ഡീൽ സൈനായെങ്കിൽ 1 വാരം 2 വാരം മാർക്കറ്റ് വളരെ നന്നായിരിക്കും. പക്ഷേ അത് ഏത് ലെവലിലിരുന്നാണ് കയറാൻ പോകുന്നത് എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. അതായത് RBI ഡോളറിനെ വെളിയിൽ കൊണ്ടുവരേണ്ട സമയം വന്നായിരുന്നു. $55 ബില്യൺ. അപ്പോൾ നിങ്ങൾ എത്ര വാങ്ങിയാലും നിങ്ങളുടെ ടാർഗറ്റിന് ഈ റുപ്പി കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നത് ഈ കാരണത്താലാണ്. again നിങ്ങൾ $84 ബില്യൺ കൊടുക്കണം. ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിഫൻസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരുന്നു. കാരണം നിങ്ങളുടെ മുകളിൽ കറൻസി പ്രഷർ ബിൽഡപ്പ് ആകും. ഇമ്പോർട്ട് വന്നിട്ട് കൂടുതലാകും. അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഗോൾഡ് പ്രൈസിലിരുന്ന് കിട്ടിയായിരുന്നു. 1960 24 ക്യാരറ്റ് 1 ഗ്രാമിന് നോക്കുമ്പോൾ GST 3% ഇട്ടുവെങ്കിൽ 10,000 രൂപയെ കാലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. സ്വർണം 10,000. നാളെ പെട്ടെന്ന് ഒരു 40 രൂപ കയറിയെങ്കിൽ GST ഇല്ലാതെയേ 10,000 ആണ്. ഇതിനെ നിങ്ങളെ ഉടനെ അങ്ങനെയല്ല സർ ആഭരണ തങ്കം എന്ന് പറഞ്ഞാൽ അതിന് 9,130 പ്ലസ് ടാക്സ് ആണ് എന്ന് പറയുമ്പോൾ GST ഒക്കെ കൂട്ടി വരുമ്പോൾ 9,130 പ്ലസ് 300 ഇട്ടുവെങ്കിൽ 9,430 9,500 കിട്ടും. ഇതിൽ മേക്കിംഗ് ചാർജസ് തന്നെയാണ്. ഇത് കാരണം ഇവിടെ പേരുടെ 12% വീഴുന്നുവെങ്കിലും നമ്മുടെ ടാർഗറ്റ് റേഞ്ചിനകത്ത് തന്നെ ഇരിക്കും. ഇത് കാരണം നമ്മൾ ടാർഗറ്റ് റീച്ചായിക്കൊണ്ട് മുകളിൽ കയറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. ആരെങ്കിലും ഇത് കുറയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നു. ഇത്ര ദിവസം വരയ്ക്കും ടാരിഫ് തന്നെ ഇട്ടുകൊണ്ടിരുന്നു ട്രംപ്. ഇപ്പോൾ ട്രംപ് എന്ത് പറയുന്നെന്ന് വെച്ചാൽ 12 നാട്ടിന് ആരും അവിടെ ഇരുന്നിട്ട് അമേരിക്കയിലകത്ത് വരരുത്. അതിൽ ട്രഡീഷണൽ അമേരിക്കൻ ട്രൈബൽസ് എല്ലാവരും ഇരിക്കുന്നു. ക്യൂബ വന്നിട്ട് നോൺ മുസ്ലിം കൺട്രീസ് മാത്രമാണ് ആ ലിസ്റ്റിൽ. അതിനുശേഷം അതിൻ്റെ അടുത്തിരിക്കുന്ന ഇറാൻ, ലിബിയ അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇരുന്നും റാഡിക്കൽ ഇസ്ലാം എന്ന് എവിടെയൊക്കെ സംശയം ഇരിക്കുന്നു അവിടെ ഇരുന്ന് ആൾക്കാരൊന്നും വരരുത് എന്ന് ട്രംപ് പറഞ്ഞായിരുന്നു. അതായത് നോട്ട് അലൗഡ് എന്ന് ട്രംപ് പറഞ്ഞായിരുന്നു. ഇത് കാരണം ഇതിന് നമ്മളൊരു സെറ്റ് ബാക്ക് ആയിട്ട് തന്നെ നോക്കണം. അതേസമയം ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായെങ്കിൽ ഈൽഡ് കയറും. 4 5 സെനറ്റാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് അയൻസായിരിക്കുന്നു. ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിലിരിക്കുന്നു. അമേരിക്കയിൽ അവർക്ക് ഫെഡ് കട്ടയും ഒക്ടോബറിൻ്റെ അകമെന്ന് കൊടുത്തിരിക്കുന്നു ജോബ് റിപ്പോർട്ട്സ്. പ്രൈവറ്റ് സെക്ടറിൽ അതായത് മെയ് മാസത്തിൽ 36,000 പേർക്ക് തന്നെ ജോലി കിട്ടിയായിരുന്നു. ഇത് തന്നെ ലോയസ്റ്റ് ഇൻ 2 years. ഇത് കാരണം ഫെഡ് പ്രഷറായി ഇൻട്രസ്റ്റ് റേറ്റിനെ കട്ടാക്കും. അങ്ങനെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. പുലി വരുന്നു എന്ന് നമ്മളടുത്ത് ഒരുപാട് ദിവസം പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്നുവരെ പുലി വന്നില്ല. പക്ഷേ ഈ വർഷം പുലി വന്നുവെങ്കിൽ നമ്മൾ കരയാൻ പോകുന്നതില്ല. എന്ന് വെച്ചാൽ അപ്പം തന്നെ സ്വർണത്തിൻ്റെ വാല്യൂ പെട്ടെന്ന് കയറും. സ്വർണത്തിൻ്റെ വില കയറിയാൽ നമുക്ക് നല്ലത്. ഇത് കാരണം അമേരിക്ക റേറ്റ് കട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ഓവറോളായിട്ട് നോക്കിയാൽ സ്വർണം വന്നിട്ട് വളരെ സേഫ് സോണിലാണ് ഇരിക്കുന്നു. ഡോക്ടർ റെഡ്ഡീൻ്റെ ഷെയറും 4% കയറി 4 മാസം ഹൈ ആയി. എന്നെ വിശ്വസിച്ച് വളരെ പേഷ്യൻ്റായിരുന്ന ആൾക്കാരിനൊക്കെ വളരെ ഡീസൻ്റായിട്ട് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. എന്തിത് ചെയ്തെന്ന് വെച്ചാൽ ആൽബോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒപ്പം ചേർന്ന് സിംപ്ര എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ ഡ്രഗിനെ റെഡി ചെയ്ത് വിട്ടിരിക്കുന്നു.
ഇത് വന്നിട്ട് ഒരു ടോപ്പ് സെല്ലിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ ക്യാൻസർ ആണ്. ഇത് ക്യാൻസറിന് വളരെ എഫക്റ്റീവ്. അതോ സിമിലർലി ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന കാരണത്താൽ ഡോക്ടർ റെഡ്ഡീൻ്റെ വില വന്നിട്ട് 4% കയറിയിരിക്കുന്നു. ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത മൂവ്മെൻറ്റ് തന്നെ. നാറ്റ്കോ ഫാർമ കയറുന്നത് പോലെ കയറി അവിടെയേ ഫ്ലാറ്റായിരിക്കുന്നു 913. നാറ്റ്കോ ഫാർമ, ഡോക്ടർ റെഡ്ഡി, സൈഡസ് ലൈഫ് സയൻസസ് ഒന്നും നമുക്ക് നല്ല തന്നെ ഇരിക്കുന്നു. ഇതിൽ നിങ്ങൾ കുറച്ച് കൺസിഡർ ചെയ്യുന്നതിൽ ഏതൊരു റിസ്ക്കും ഇല്ല. നിങ്ങളടുത്ത് എപ്പോഴും പറഞ്ഞായിരുന്നു ഓല സോലോ ആയിരം ഗാലിയായി പോകുമെന്ന്. നിങ്ങൾ തന്നെ വിശ്വസിച്ചില്ല. ഓല വന്നിട്ട് പോലെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നു. അയാളെ തന്നെ അടുത്ത എലാൻ മസ്കോ എന്ന് നിങ്ങൾ പറഞ്ഞു. 50 വിട് അവൻ്റെ ഷെയറിന് വാല്യൂവേ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതും ഒരു പേപ്പർ വാല്യൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഹുണ്ടയും കിയയും അവരുടെ ഷെയർസിനെ വിറ്റിരിക്കുന്നു. ഹുണ്ടായ കംപ്ലീറ്റ് ആയിട്ട് വിറ്റായിരുന്നു. കിയ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഓവറോളായിട്ട് ഇതൊരു ഫെയിലിയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഹുണ്ടായി വിട്ടുകൊണ്ട് പോയി. ഇത് ഇന്നും എല്ലാ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ മുകളിലും ഒരു വലിയ പ്രഷറിനെ കയറ്റും. ഇവർ മുമ്പേ ഒരുപാട് കടൻ വാങ്ങിയ കാരണത്താൽ ഇതിൻ്റെ ശേഷം അവർ കടൻ വാങ്ങുന്നത് ഇനി വലിയ നഷ്ടമാണ്. ഇത് കാരണം പബ്ലിക്കിലിൻ്റെ പോയ ശേഷം 50 രൂപ 53 രൂപ റേഞ്ചിൽ ഇരുന്നായിരുന്നു. മുകളിൽ കയറി 157 രൂപ വരയ്ക്കും പോയായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ആൾക്കാരനെ ഒരുപാട് പേർ നോക്കി ഒരുമാതിരി കമൻ്റ് അടിച്ച് ചിരിച്ചായിരുന്നു. ഞാൻ അപ്ലൈ പറഞ്ഞായിരുന്നു ഇത് പെർമനൻ്റ് അടിയെന്ന്. ഇന്ന് അത് 40 രൂപയ്ക്ക് താഴെ കിട്ടും. അതായത് 46 രൂപയ്ക്ക് കിട്ടും. അത് യാറിന് ലോങ്സ് എന്ന് നിങ്ങൾ ഇന്ന് എവാലുവേറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് കാരണം ഓല പോലത്തെ കമ്പനിയുടെ പുറകിൽ പോയെങ്കിൽ ഗോവിന്ദാകും. ഇത് കാരണം ഈ ഓല സോല പോലത്തെ കമ്പനിയിൽ കാശിട്ടുവെങ്കിൽ ഒന്നുമില്ലാതെ പോകും. അതുപോലെ ഹുണ്ടായി വന്നിട്ട് $21 ബില്യൺ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അമേരിക്കയിലിരുന്ന് ചെയ്യാൻ പോകുന്നത് ജോർജിയ എന്ന് പറഞ്ഞ സ്ഥലത്തിലിരുന്ന് അവിടെ ഒരു പ്ലാന്റ് ഇടാൻ പോകുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ യെസ് ബാങ്കിലും ഞാൻ പറഞ്ഞതുപോലെ വളരെ വലുതാകാനൊന്നും ചാൻസ് ഒന്നുമില്ല. എൻ്റെ അടുത്ത് ബിസിനസ് ചെയ്യാൻ കാശില്ല, 16,000 കോടി റൈസ് ചെയ്യാൻ എനിക്ക് പെർമിഷൻ തരണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ത്രൂ ഗ്രീൻ ഡക്ടൺ ഇൻറ്റേർണൽ പ്രൊവിഷൻസ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും അസറ്റിന് വിറ്റുവെങ്കിലും അവർ ചെയ്യും. ഈ 16,000 കോടി എന്നത് എന്ത് അസറ്റ് വിറ്റെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ എന്തെന്ന് വെച്ചാൽ അവരുടെ ഇക്വിറ്റി ഡയലൂഷൻ 10% മുകളിൽ ഇരിക്കരുതെന്ന് പറയുന്നു. ഇക്വിറ്റി എടുത്തുവെങ്കിൽ ഇക്വിറ്റി ഡയലൂഷൻ നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കാരണം യെസ് ബാങ്കും പ്രോബ്ലത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ഇതൊരു വലിയ പ്രോബ്ലത്തിൽ പോയി തന്നെ തീരും. സൺ ഫാർമ അഡ്വാൻസസ് പാർക്ക് എന്ന കമ്പനി ഒരേ ദിവസത്തിൽ 18% താഴെ വീണായിരുന്നു. പക്ഷേ ഇത്ര ദിവസം വന്നിട്ട് അവർ നന്നോണം ഗ്ലോബൽ പീപ്പിൾസിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ സ്പെഷ്യാലിറ്റി ഡെർമറ്റോളജിയിൽ 2 ഡ്രഗ്സ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയ്ക്കും പെർഫോം ചെയ്തില്ല. ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് സ്പാർക്സ് പറഞ്ഞിരിക്കുന്നു. അത് കാരണം സ്പാർക്കിൻ്റെ വില ഒരേ ദിവസത്തിൽ 18% താഴെ വീണു. ഇതിൻ്റെ എഫക്റ്റ് വലുതായിട്ട് ഇന്ന് സണ്ണിലില്ല. നാളെ അത് സണ്ണിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോപ്പർ ആൻഡ് ഗാമ്പിൾ പോയ ആഴ്ചയിൽ മൈക്രോസോഫ്റ്റിൻ്റെ വില, ഇന്ന് അത് പ്രോപ്പർ ആൻഡ് ഗാമ്പിളിൻ്റെ വിലയാണ്. പ്രോപ്പർ ആൻഡ് ഗാമ്പിൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന വേജസിന് മാനേജ് ചെയ്യുന്നത് വളരെ കഷ്ടമായിട്ടിരിക്കുന്നു. അവർ വന്നിട്ട് 7,000 ജോബ്സ് കട്ട് ചെയ്യുന്നു. ഈ 7,000 ജോബിൽ 2 വർഷത്തിൽ അവർ തൂക്കും. പോയ ആഴ്ചയിൽ മൈക്രോസോഫ്റ്റ്, ഈ ആഴ്ചയിൽ പ്രോപ്പർ ആൻഡ് ഗാമ്പിൾ. ആരായിരുന്നാലും ആൾക്കാരനെ ജോലിയിൽ നിന്ന് തൂക്കുന്നത് എന്നത് അവർക്കൊരു വലിയ കാര്യമായിട്ടില്ല. സംടൈംസ് പ്രഷർ വിൽ സ്റ്റാർട്ട് ടു പുഷ് ബിറ്റ്വീൻ ദി ഹെയർസ് ആൻഡ് ഹെൽമെറ്റ്സ്. ഹാരിസിനടുത്തിരിക്കുന്ന കാശ് വളരെ കൂടുതലായിട്ടിരിക്കുന്നു. ആഡ്മൻസ് കാരണം 2 നേരത്തെ ചാപ്പാട് കൂടെ അവരെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇത് അവരുടെ മുകളിൽ പ്രഷറിനെ ബിൽഡപ്പ് ചെയ്യാൻ വയ്ക്കുന്നു. ഓവറോളായിട്ട് മാർക്കറ്റ് എക്സ്ട്രീംലി വീക്കായിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം. പട്ടാസ് ലിസ്റ്റിന് നോക്കുക, അതിനെ വെച്ച് ഡിസൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം. റിക്കവറിയും എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. L&T ഫിനാൻസിനും ഒരു മൈക്രോ ഫിനാൻസ് ബിസിനസ് ഇരിക്കുന്നു. നിങ്ങളടുത്ത് 99.6% കളക്ഷൻ എഫിഷ്യൻസി ഇരിക്കുന്നു എന്ന് അണ്ടർ സർവ് ഏരിയാസിൽ പോയി ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ നമ്മൾ ഇറക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നൊരു ന്യൂസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത് തന്നെ ന്യൂസ്. നന്ദി, നമസ്കാരം. ഇന്ന് നിങ്ങൾ പട്ടാസ് ലിസ്റ്റിൽ 1-2 വാങ്ങിയേക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധക്കാർക്കും ഷെയർ ചെയ്ത് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.